ഈ മേഖലയെക്കുറിച്ച് തീരെ അറിവില്ലാത്ത ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളുണ്ടാവാം. കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ അത് തിരുത്തിത്തരണേ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീട് പണിയുന്ന സ്ഥലത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് എഡിറ്റൊക്കെ ചെയ്ത് ഇടാനുള്ള സമയം കിട്ടിയത്. പിന്നെ നമ്മുടെ വീട് പണിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ടൈലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ടൈൽ എടുക്കാനായിട്ട് ഇന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് പണി എവിടെ വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പണിക്കാരിന്നും ഉണ്ട്. ഇന്ന് അകത്ത് പണികളൊന്നുമില്ല. പുറത്ത് മിറ്റം സൈഡൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. കരിങ്കല്ല് ഇട്ടിട്ട് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറമാണ് കേട്ടോ. പുറകുവശം നമുക്ക് ആ ഈണ്ടി കാണുന്നിടം വരെയാണ് കേട്ടോ നമുക്ക് സ്ഥലമുള്ളത്. പിന്നെ അകത്തെല്ലാം ഇങ്ങനെ വേസ്റ്റ് വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം ഒരു ദിവസം വന്ന് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. കുറേ സംഭവങ്ങളൊക്കെ മാറ്റിയാലേ നമുക്ക് അതിനകത്തെ പണികൾ വീണ്ടും തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിന് ടൈലെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെരുമ്പാവൂരുള്ളൊരു കടയിലേക്കാണ് പോകുന്നത്. ടൈൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കാതെ ഇങ്ങെത്തി. കൈതാരൻ ഷോപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവിടെയാണ് പെരുമ്പാവൂരിൽ നമ്മൾ വന്നത്. വേറെ 2-3 ഷോപ്പിലൊക്കെ നമ്മൾ പോയേ. പക്ഷേ അവിടെയൊന്നും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടില്ല. വലിയ ഗോഡൗൺ പോലൊക്കെ ഇട്ടൊക്കെ നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ വളരെ കുറച്ച് ഐറ്റംസ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും 3-4 ഷോപ്പിലൊക്കെ പോയിട്ട് നമുക്കൊരു തൃപ്തികരമായിട്ട് തോന്നാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ചിവിടെ വന്നു. ഇവിടെ നല്ല രീതിയിൽ ടൈൽസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതനുസരിച്ച് നമുക്ക് ടൈൽസൊക്കെ എടുക്കാൻ പറ്റി. കാരണം എല്ലായിടത്തും നമ്മുടെ കൂടെ ഒരാളുണ്ട്, എല്ലാ കാര്യങ്ങളും വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വലിയ ഗ്രാഹ്യമുള്ളൊരു മേഖലയല്ലല്ലോ ഇത്. ടൈൽസൊക്കെ നമ്മൾ സാധാരണക്കാർ പോയി എടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത്. കാരണം വലിയ കുഴപ്പമില്ല, വർഷങ്ങളായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവിടുന്ന് ടൈലെടുത്ത് എന്നൊക്കെ നമ്മൾ കുറേ പേരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പം നല്ല അഭിപ്രായത്തിനെ തുടർന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളെന്താണേലും ഇവിടെ വന്ന് നമ്മൾ ടൈൽസൊക്കെ സെലക്ട് ചെയ്തു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഗുണം എന്നാന്ന് വെച്ചാൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ ടൈൽസും അവിടെ ബൾക്കായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഏത് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ അവർക്ക് ആ കളക്ഷനിൽ ടൈൽസ് ഉണ്ട്. ചില ഷോപ്പിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 1-2 ഇടത്ത് നമ്മൾ പോയപ്പോൾ സംഭവിച്ചത് ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ അതിന് ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് തരാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ അവിടെ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏത് നമ്മൾ പറഞ്ഞാലും അത് നമ്മൾ പറയുന്ന ആ ഡേറ്റിൽ അവർ എത്തിച്ച് തന്നിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ സമയമെടുത്തു. ഒരു നിലയിൽ നിന്ന് താഴേക്ക് പോയി, താഴേന്ന് മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് പോയി. കാരണം നമ്മൾക്ക് ഓരോ സ്ഥലത്തും ഓരോ ടൈൽസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയമെടുക്കും. പ്രത്യേകിച്ച് നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ പലരോടും ചോദിച്ചും പെറുകിയും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുമൊക്കെയാണ് നമ്മൾ ടൈല് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആകെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഇന്ന കളറ്, ഇന്ന ഡിസൈൻ, നമുക്ക് അല്ല ഒരു കളർ കോമ്പിനേഷൻ ഇന്നതായിരിക്കണം എന്നൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരത്തുള്ളൂ. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉള്ളതായിരിക്കണം, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ സാധാരണക്കാർക്ക് അങ്ങനെ നമ്മളെല്ലാം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഇതിങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് റെഡിയാക്കിയിട്ടാണല്ലോ പോകുന്നത്. ഇത്ര ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് ടൈൽസ് എല്ലാം എടുക്കണം, ആ ഒരു എമൗണ്ടിനുള്ളിൽ നിൽക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മുഴുവൻ കൺഫ്യൂഷനാണ്. ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മളിങ്ങനെ വളരെ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് വേണം നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈലുണ്ട്, എന്നാൽ മീഡിയം റേറ്റിലുള്ളതുണ്ട്, തീരെ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം ക്വാളിറ്റിയിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു വലിയ റിസ്ക്കാണ് കേട്ടോ. കുറേ സമയം നമ്മൾ നടന്നു. അവരോട് നമ്മുടെ സംശയങ്ങളൊക്കെ നമ്മൾ പിന്നെ നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ അവർ മറുപടികൾ കൃത്യമായ രീതിയിൽ തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പോയത്.
എന്നാലും നമുക്ക് എല്ലാം കൂടെ ഒന്നും നമ്മളിങ്ങനെ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കത്തില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഈ ഡിസൈൻസൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഈ ഡിസൈൻ നല്ലത്, ആ ഡിസൈൻ നല്ലത്, പിന്നീടാണ് അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതെടുക്കണോ വേണ്ടേ, അങ്ങനെ ഭയങ്കര ഡൗട്ടാണ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ. നമ്മൾ ഈ ടൈൽസ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലുക്ക് മാത്രമല്ല, അതിൻ്റെ സേഫ്റ്റി നോക്കണം, അതിൻ്റെ ക്വാളിറ്റി നോക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കണം. എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ടൈൽസ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ കൈ നിറയെ പൈസയൊക്കെ ആയിട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്കങ്ങനെ ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. പക്ഷേ കറക്റ്റ് ബഡ്ജറ്റിൽ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്നിനും ഒരു ഐഡിയ ഇല്ലാണ്ടാവും. പിന്നെ ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ നല്ല കൺഫ്യൂഷനിലായിരിക്കും. പിന്നെ വലിയ റൂമുകൾക്കൊക്കെ നമ്മൾ പിന്നെ ഒരേ പാറ്റേണിലുള്ള ടൈൽസ് തന്നെ കൂടുതലും എടുക്കാൻ ശ്രമിക്കുക. കാരണം വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുമല്ലോ. വലിയ റൂമിനൊക്കെ ആണെങ്കിൽ വലിയ ടൈൽസ് തന്നെ ഉപയോഗിക്കുക. ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ചെറിയ ടൈൽസ് ആയിരിക്കും ബെറ്റർ. പിന്നെ ലൈറ്റ് കളർ, അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്നത്. ലൈറ്റ് കളർ ആകുമ്പം റൂം നമുക്ക് വലുതായിട്ട് തോന്നും. അതേസമയം ഡാർക്ക് കളറാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വിസിബിളാവും. പിന്നെ നമ്മുടെ വീടിൻ്റെ നമുക്കൊരു തീം ഉണ്ടായിരിക്കുമല്ലോ, ആ തീമിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ടൈൽസ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം, ഏത് പെയിൻറ്റാണ് കൊടുക്കുന്നത്, ഉള്ളിൽ ഏതൊക്കെ കളർ കോമ്പിനേഷൻ ആണെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് മാച്ച് ചെയ്ത് പോകുന്ന ടൈൽസ് ആണോ എന്ന് നോക്കുക. പിന്നെ ബാത്റൂം, കിച്ചൺ അങ്ങനെയുള്ളിടത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ടൈൽ എടുക്കാണ്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് മാറ്റല്ല, ചെറിയ രീതിയിൽ മാറ്റ് ടൈപ്പായിട്ടുള്ള ടൈൽസൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ തെന്നി വീഴാണ്ടൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ സ്റ്റെയറിലൊക്കെ നമ്മൾ മാറ്റ് ടൈൽസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വെള്ളമൊക്കെ വീണാൽ തെന്നി വീഴാതിരിക്കും. പിന്നെ ഗ്ലോസി ടൈൽസ് വെറ്റ് ഏരിയയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവിടെയൊക്കെ നമുക്ക് ഈ മാറ്റ് ടൈൽസാണ് നല്ലത്. പിന്നെ നല്ല ഷൈനിയൊക്കെ ആയിരിക്കും കേട്ടോ. ഗ്ലോസി ടൈൽസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കാഴ്ചയിൽ നല്ല സെറ്റപ്പായിരിക്കും. പക്ഷേ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെന്നി അടിച്ച് വീഴും. പിന്നെ നമ്മൾ ഒരേ ടൈലൊക്കെ എടുക്കുന്നെങ്കിലും ചിലപ്പോൾ ആ ബാച്ച് നമ്പറൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. ചിലപ്പോൾ ഒരേ ഷെയ്ഡിൽ തന്നെ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ബാച്ച് നമ്പർ നോക്കി വേണം അത് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അല്ലെങ്കിൽ ഷെയ്ഡ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ടൈൽ വാങ്ങാൻ പോകണം. വാൾ ടൈൽസ്, പിന്നെ ബാത്റൂം ടൈൽസ്, ഓരോ ഇപ്പം നമ്മൾ തൂണൊക്കെ ഉണ്ടെങ്കിൽ തൂണിലൊക്കെ സെപ്പറേറ്റ് ടൈൽസൊക്കെ ആയിരിക്കും. അതിനൊക്കെ സെപ്പറേറ്റ് അളവുകളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ടൈൽസ് എടുക്കാനായിട്ട് പോകണം. അതൊക്കെ നമുക്ക് ടൈലിടുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ കൂടെ നിന്ന് അളവൊക്കെ എടുത്ത് അതൊക്കെ കൃത്യമായ ഐഡിയയോടുകൂടി പോയില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ടൈൽ എന്തോരം വേണം, വാൾ ടൈൽസ് എന്തോരം വേണം, അതുപോലെ തന്നെ ബാത്റൂം ടൈൽസ് എത്രയായിരിക്കും, എല്ലാത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള, നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ടൈൽസൊക്കെ എടുക്കുന്നതിന് പകരം എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇച്ചിരി ഗ്രാൻഡ് ആയിട്ടുള്ള ടൈൽസ്, ഇച്ചിരി വില കൂടിയ ടൈൽസൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈൽസൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ഇപ്പോൾ മുറികളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്പെൻസീവ് കുറഞ്ഞിട്ടുള്ള ടൈൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ചെടുക്കാം. അതുപോലെ തന്നെ ഫുള്ളി ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ തന്നെ മൊത്തം ലോക്കലാണെങ്കിൽ ക്വാളിറ്റിയിൽ റിസ്ക് ആയിരിക്കും. അതൊന്നും കൂടാതെ ഒരു മീഡിയം റേഞ്ചിലുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ചിലുള്ള ടൈൽസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കബളിപ്പിക്കപ്പെടാം. പിന്നെ ഡിസൈൻ പാറ്റേണൊക്കെ അനുസരിച്ച് നമ്മുടെ ലേബർ കോസ്റ്റൊക്കെ കൂടും. ഒരുപാട് ഡിസൈനുള്ള ടൈൽസൊക്കെ ആണെങ്കിൽ നമ്മുടെ ലേബർ ചാർജൊക്കെ കൂടിയെന്ന് വരാം. സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ലേബർ ചാർജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവുക. എന്താണെങ്കിലും
ഞങ്ങൾ വീടിനുള്ള ടൈൽസൊക്കെ ഇവിടുന്ന് തന്നെ ഒരു ദിവസത്തെ അക്ഷീണ പരിശ്രമത്തിന് ശേഷം എല്ലാം ഭംഗിയായിട്ട് തന്നെ നമ്മളെടുത്ത് ടൈല് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഇടാൻ തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഇനി അടുത്ത പരീക്ഷണങ്ങൾ. അതങ്ങനെയായിരിക്കുമല്ലോ, ഒന്നുമില്ലാതെ വൃത്തിയായിട്ടെല്ലാം ചെയ്യാൻ പറ്റണമെന്ന് ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഷോപ്പിലൊന്നും ഞാൻ ഇതിനു മുന്നേ വന്നിട്ട് പോലുമില്ല. കാരണം അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് നമുക്കൊരു കുഞ്ഞു വീടുണ്ടായിരുന്നത് പണിത് നമ്മളങ്ങനെ ഞാനൊന്നും പോയില്ല, ചേട്ടായി പപ്പായൊക്കെ കൂടെ പോയാണെന്ന് ടൈൽസൊക്കെ എടുത്തത്. അന്ന് നമ്മളതിനെക്കുറിച്ച് ഒട്ടും പഠിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ പഠിച്ച്. കാരണം എന്നും നമ്മൾ വീട് പണിയുന്നില്ല, ഇനിയൊരു പൊളിച്ച പണിയില്ല. അപ്പോൾ പണിയുമ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ട്. വലിയ വീടായിട്ട് പണിതില്ലെങ്കിലും പണിയുന്നത് അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ പണിതില്ലേ പിന്നെയും നമുക്കിതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പൈസ ഇടാനായിട്ട് നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് നമ്മൾ ഒത്തിരി ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുള്ള വലിയ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ലെങ്കിലും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒക്കെ നമ്മൾ ടൈലൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത്. പിന്നെ ഇങ്ങനൊരു ഷോറൂമിലൊന്നും ഞാൻ ഇതിനു മുന്നേ വന്നിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ടെല്ലാം ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണും. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട് വലിയൊരു ഷോറൂമാണ് കേട്ടോ. എന്താണെങ്കിലും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ നമുക്ക് ടൈൽസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി നമ്മൾ പ്ലാൻ ചെയ്തു പോയതിൽ ചെറിയൊരു വേരിയേഷനൊക്കെ വരും. അതിപ്പോൾ എങ്ങനെയാണേലും ഉണ്ടാവുമല്ലോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയത് മാർബിളൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്കായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പറഞ്ഞ ഡേറ്റിൽ തന്നെ അവർ എത്തിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.